ആരെങ്കിലും ബലാത്സംഗം ചെയ്യണം ഒന്ന് പറ. ഇല്ലെങ്കിൽ കുറ്റം പറ. ഇന്നലെ പെരുമ്പാവൂരിലെ ആശുപത്രിയിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇയാൾ ആശുപത്രിയിൽ എത്തുകയും ഉടൻ തന്നെ ഇവിടെ ബഹളമുണ്ടാക്കുകയും ചെയ്യുന്ന ഡോക്ടറോടക്കം ബഹളമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം. ഇയാൾ മദ്യപിച്ച് വീട്ടിൽ വെച്ച് ബഹളമുണ്ടാക്കിയതിനു ശേഷം ഇതിനെ തുടർന്നാണ് ആ സുഹൃത്തുക്കളും വീട്ടുകാരും ചേർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഇയാളുടെ ഈ പരാക്രമങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഡ്യൂട്ടി ഡോക്ടറുടെ അടുത്ത് നേർക്കും മറ്റ് ജീവനക്കാരുടെ നേർക്കും ഇയാൾ തട്ടിക്കയറുകയായിരുന്നു. ആ വലിയ രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ, ഒരു സംഘർഷ അന്തരീക്ഷം അവിടെ ഇയാൾ ഉണ്ടാക്കുകയെല്ലാം തന്നെ ചെയ്തു. ഇതിനുശേഷമാണ് ഇത് അവസാനിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ആളുകൾ ഇടപെട്ടിട്ടും ഇത് നിർത്താൻ കഴിയുന്നില്ല. ഇയാൾക്ക് ഒരു സെഡേഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വീട്ടുകാർ ഇവിടേക്ക് കൊണ്ടുവന്നത്. കാരണം ഇയാൾ പലപ്പോഴായിട്ട് ഈ രീതിയിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് ഈ ബഹളം ഉണ്ടാക്കുന്നെങ്കിൽ ഇയാളെ ഈ രീതിയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന് സെഡേഷൻ കൊടുക്കുക എന്ന രീതിയൊക്കെയാണ് പലപ്പോഴും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അപ്പോഴും ഇയാളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് ആദ്യഘട്ടത്തിലൊരു ചികിത്സ നൽകിയ ശേഷമാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡി എടുക്കുകയും പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയെല്ലാം ചെയ്തു. ഇന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ അല്പസമയത്തിനകം തന്നെ പെരുമ്പാവൂർ ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. സ്വാഭാവികമായി റിമാൻഡ് ചെയ്യപ്പെടാം. ഇയാൾക്കെതിരെ ഈ ആശുപത്രി അതിക്രമം കാണിച്ച വകുപ്പുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളെക്കുറിച്ച് പോലീസിലുള്ള ഒരു വിവരമെന്ന് പറയുന്നത് ഈ രീതിയിൽ മദ്യപിച്ച ബഹളം സൃഷ്ടിക്കുക, വീട്ടിലായാലും മറ്റു പുറത്തായാലും സുഹൃത്തുക്കൾക്കൊപ്പം ആയാലും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഇയാളുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഒരു ശൈലി ഇയാൾക്കുണ്ട് എന്നതെല്ലാമാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും കണ്ടത്. വീട്ടിൽ വലിയ രീതിയിലുള്ളൊരു ബഹളം ഉണ്ടാക്കുന്നു, സുഹൃത്തുക്കളോടെല്ലാം തന്നെ തട്ടിക്കയറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇയാളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് സെഡേഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പെരുമ്പാവൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അവിടെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചുറ്റുപാട് വലിയ ബഹളം ഉണ്ടാക്കുന്നു. ആശുപത്രിയിൽ തന്നെ മറ്റു രോഗികളെ തന്നെ ചികിത്സിക്കാനൊന്നും കഴിയാത്ത രീതിയിലേക്ക് അതിൻ്റെ ഒരു അത്യാഹിത വിഭാഗം തന്നെ മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഡോക്ടറുടെ അടുത്തായിരുന്നു ആദ്യഘട്ടത്തിൽ ബഹളം ഉണ്ടാക്കുന്നത്. തുടർന്ന് മറ്റ് ജീവനക്കാർ, ഡ്യൂട്ടി നേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ വന്നു. പക്ഷേ അപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പിന്നീട് പോലീസിനെ ഇടപെടുത്തേണ്ടി വന്നത്. ഇപ്പോൾ അറസ്റ്റിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ്.